ചെയിൻസോ മാൻ പൊളിയാണ്. പൊളി എന്ന് പറഞ്ഞാൽ വെറും പൊളിയല്ല, പൊളിയാണ്. അതിൻ്റെ ആദ്യ എപ്പിസോഡ് കണ്ടിച്ചൊരു റിവ്യൂ ഇട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ എപ്പിസോഡുകളും കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സീസൺ 1 കംപ്ലീറ്റ് ആയിട്ട് റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു അതിൻ്റെ 12ാമത്തെ എപ്പിസോഡ് ഫസ്റ്റ് സീസണിലെ കംപ്ലീറ്റ് ചെയ്ത്, ആ സീസൺ മുഴുവൻ കംപ്ലീറ്റ് ആയത്. അപ്പോൾ പക്ഷേ ഓരോ എപ്പിസോഡുകളും കാണുമ്പോൾ, ഇപ്പോൾ എപ്പിസോഡ് 1, 2, 3, 4 എന്നിങ്ങനെ ഓരോ ആഴ്ചയായിട്ട് കാണുമ്പോൾ അപ്പോൾ വന്നിട്ട് ഒരു റിവ്യൂ ഇടാൻ തോന്നും, അല്ലെങ്കിൽ അപ്പോൾ വന്നിട്ട് ആ എപ്പിസോഡിനെ പറ്റി ഓരോന്ന് പറയാൻ തോന്നും. കാരണം അത്രയും അടിപൊളിയായിട്ടാണ് ആ സാധനം ചെയ്തു വെച്ചുള്ളത്. അപ്പോൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് പിടിച്ചു വെച്ചത്. കാരണം അല്ലെങ്കിൽ ചെയിൻസോ മാൻ്റെ തന്നെ ഒരു 12 വീഡിയോസ് ഈ അടുത്ത് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആനിമി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും തുടങ്ങാൻ പറ്റുന്ന ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആനിമി കൂടിയാണ് ഈ ഒരു ചെയിൻസോ മാൻ. കാരണം ഇത് പുള്ള് ചെയ്ത് നമ്മൾ ആ ഒരു ആനിമി വേൾഡിലേക്ക് എത്തിക്കും. ഇപ്പോൾ ഈ ആനിമി വേൾഡിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സിനിമകൾ മാത്രം കാണുന്ന ആൾക്കാരുണ്ട്, സിനിമ തീരെ കാണാത്ത ആൾക്കാരുണ്ട്, പിന്നെ സിനിമ എല്ലാം കണ്ട് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സീരീസിലേക്ക് വരിക. അങ്ങനെ സീരീസിൻ്റെ വേൾഡിൽ എത്തിക്കഴിഞ്ഞ് പിന്നെയാണ് നമ്മൾ ആനിമി വേൾഡിലേക്ക് എത്തുന്നത്. ഈ ആനിമിയിലേക്ക് വന്നാൽ ആനിമീസിൽ മൂവീസും ഉണ്ട്, ഇതുപോലെ സീരീസുകളുണ്ട്. ഇത് വേറൊരു വേൾഡാണോ, ഇത് നമ്മൾ ഈ സിനിമ സീരീസ് കാണുന്ന പോലെയല്ല. എൻ്റെയർലി ആനിമി വേറൊരു വേൾഡാണ്. അതിനകത്ത് സിനിമയുണ്ട്, സീരീസ് ഉണ്ട്, A to Z എന്തൊക്കെ വേണം അതൊക്കെ തന്നെ ആനിമിക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആനിമീസ് ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്നൊരു സീരീസ് കൂടിയാണ് ചെയിൻസോ മാൻ. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഓരോ എപ്പിസോഡുകളും സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുടക്കം മുതലേ നിങ്ങൾക്കിത് ഇഷ്ടമാവും. ഈ സാധനം ആനിമിയുടെ വേൾഡിലേക്ക് നിങ്ങൾ എത്തിക്കും എന്നുള്ളത് തീർച്ചയാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടറ്റ്സുക്കി ഫുജിമോട്ടോയുടെ ചെയിൻസോ മാൻ എന്ന ഈ ഒരു മാംഗാനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ആനിമി തന്നെ പുറത്തിറക്കിയിട്ടുള്ളത്. ഈ ചെയിൻസോ മാൻ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് ഈ ആനിമി വായിക്കാനുള്ളൊരു അവസരം കിട്ടിയത്. എൻ്റെ ഈ സാധനം തന്നെയാണ് ഈ ആനിമി. പക്ഷേ ഇതിലെ ഇനീഷ്യൽ കുറച്ച് സ്റ്റേജസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 1, 2, 3 എപ്പിസോഡിൽ കഴിയും ഈ ഒരു ഫസ്റ്റ് ബുക്ക്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഇവർ ചെയ്തു വെക്കുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഈ മാംഗയായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പർ അഡാപ്റ്റേഷൻ പോലെയാണ് ഈ സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിലുള്ള അതേ ക്യാരക്ടർ സ്കെച്ചിങ് തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക, അതേ ക്യാരക്ടർ ഡിസൈനൊക്കെ തന്നെ. പക്ഷേ ആനിമിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ ഒരു ഫൈറ്റിംഗ് സീക്വൻസുകളൊക്കെ അല്ലെങ്കിൽ നമുക്ക് ആനിമിയായിട്ട് മോഷനായിട്ട് കാണാൻ സാധിക്കും. ദെൻ ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് ഇതിൻ്റെ ആ ഒരു സൗണ്ട് ഡിസൈൻ. ആ ഒരു ചെയിൻസോ വലിക്കുന്ന സൗണ്ടൊക്കെ സാധാരണ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലാത്തൊരു സൗണ്ടാണ്. കാരണം ഈ മരം മുറിക്കുന്നത് അത്ര നമുക്ക് ഇഷ്ടമുള്ള സാധനമൊന്നുമല്ല. ആ ഒരു സൗണ്ട് കുറേ പേർക്കൊക്കെ ഇറിറ്റേഷനായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ ഒരു സാധനത്തിൽ ആ ഒരു ചെയിൻസോയുടെ സൗണ്ട് ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇനീഷ്യലി നമുക്ക് ഇഷ്ടമല്ലാത്ത സാധനം വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങനെ അതാണ് ഫിൽട്ടർ ചെയ്ത് അല്ലെങ്കിൽ എന്തൊക്കെയോ ട്യൂൺ ചെയ്തിട്ടാണ് അതിൽ വെച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് സൗണ്ട് ഡിസൈൻസ് ഈ സീരീസിലുണ്ട്. സീരീസ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഡെഞ്ചി എന്നൊരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ ഒരു ഡബിൾ ഹണ്ടേഴ്സ് ഗ്രൂപ്പിലേക്ക് എങ്ങനെ എത്തുന്നു, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ എങ്ങനെ ഒരു ഡബിളായിട്ട് മാറുന്നു, പിന്നീട് ഈ ഒരു ഡബിൾ ഹണ്ടർ ഗ്രൂപ്പിലേക്ക് എത്തി പിന്നീട് തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സീരീസിൻ്റെ പ്രധാന കഥ. ഇതിപ്പോൾ നമ്മൾ സ്ഥിരം അല്ലെങ്കിൽ നിങ്ങളൊരു 10 ആനിമി കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലൊരു 8 എണ്ണത്തിലുള്ള ഒരു കഥ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ട് തന്നെയാണ് ഈ ഒരു സീരീസിനുള്ളത്. ഇപ്പോൾ എൻ്റെയർലി ഇതൊരു എക്സാക്റ്റ് റിപ്ലിക്ക ഓഫ് ആണെങ്കിൽ ഡീമോൺ സ്ലെയർ എന്ന് പറഞ്ഞ ആനിമയായിട്ട് അതേപോലെ റെപ്ലിക്ക വന്ന ഒരു ആനിമി തന്നെയാണ് ഈ ഒരു ചെയിൻസോ മാൻ എന്ന് പറയാൻ പറ്റും. പക്ഷേ ആനിമയായിട്ട് വരുമ്പോൾ ഇതിൽ ഏറ്റവും അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യങ്ങളിലൊന്ന് റിയൽ ലൈഫായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ഈ ഒരു ചെയിൻസോ മാൻ. അതിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചില ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ ചില മോഷൻസ് അല്ലെങ്കിൽ അവർ തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സംസാരിക്കുന്ന ചില കോൺവെർസേഷൻ രംഗങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും അവിടെ ഒരാളുള്ള പോലെ നമുക്ക് തോന്നും. ഇതിപ്പോൾ മറ്റ് ആനിമീസിലൊക്കെ എടുത്താൽ ഒരുപാട് പോപ്പുലറായ ഇപ്പോൾ ഡീമോൺ സ്ലെയർ ആയിക്കോട്ടെ, അറ്റാക്ക് ഓൺ ടൈറ്റൻ ആയിക്കോട്ടെ, അതിലൊക്കെ തന്നെ ഒരു ആനിമി സ്റ്റൈൽ അതിനുണ്ട്. പക്ഷേ ഇതിന് ഒരു റിയൽ ലൈഫ് സ്റ്റൈലുണ്ട് മുഴുവനായിട്ട്. ഇപ്പോൾ ഒരു ബെഡ്റൂം സീനുണ്ട് 2 ക്യാരക്ടേഴ്സ് തമ്മിൽ, അവരിങ്ങനെ കൈകളിങ്ങനെ കോർക്കുന്ന സീനടക്കം ശരിക്കും 2 ക്യാരക്ടേഴ്സ് ഉള്ള പോലെ അല്ലെങ്കിൽ ജീവനുള്ള 2 ക്യാരക്ടേഴ്സ് ഉള്ള പോലെയൊക്കെ നമുക്ക് തോന്നും. ഇത്തരത്തിൽ അതിമനോഹരമായിട്ടാണ് ഇതിൽ എൻ്റെ ആ ഒരു സീക്വൻസ് മാത്രമല്ല തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ സീക്വൻസുകളും അങ്ങനെ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിന് ആനിമേഷൻ ക്വാളിറ്റിയും ഇതിലെ സൗണ്ട് ഡിസൈനുകളും മാത്രമല്ല, ഇതിൽ നല്ലൊരു പ്രോപ്പറായിട്ടുള്ള സ്റ്റോറി തുടക്കമുണ്ട് ഇതിന്. കാരണം ഒരു പർട്ടിക്കുലർ ഗോൾ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വൺ പീസൊക്കെ കാണുമ്പോൾ ആ ക്യാരക്ടർ എങ്ങനെയാണ് ആ ഒരു വൺ പീസ് ഐലൻഡ് അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കും എൻ്റെയർലി ആ ഒരു എത്ര എപ്പിസോഡുകളുണ്ടെങ്കിൽ നമ്മളത് കാണിക്കാൻ തോന്നിക്കുന്ന കാര്യങ്ങളൊന്നും പറയുന്ന പോലെ തന്നെ ഇതിന് പ്രത്യേക ഒരു മോട്ടീവ് ഉണ്ട്. ആ ഒരു മോട്ടീവ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓരോ രീതിയിലുള്ള അല്ലെങ്കിൽ ഓരോ ത്രെട്ട് വരുമ്പോഴും ഭയങ്കര ഇഷ്ടമായി അതെങ്ങനെ അവർ തരണം ചെയ്ത് അടുത്തയിലേക്ക് എത്തി എന്നിങ്ങനെ നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അതിൻ്റെ സ്റ്റോറി ബോർഡിലുണ്ട്. അതിനോടൊപ്പം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ്, വൺ പഞ്ച് മാൻ അല്ലെങ്കിൽ ഡീമോൺ സ്ലെയർ, പിന്നെ നമ്മുടെ അറ്റാക്ക് ഓൺ ടൈറ്റൻ ഇങ്ങനത്തെ സീരീസുകളിൽ അല്ലെങ്കിൽ ആനിമീസിലൊക്കെ തന്നെ നമുക്ക് പ്രധാനമായിട്ട് കുറേ ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇഷ്ടമാവുമെന്ന് പറയുന്ന പോലെ തന്നെ ഇനീഷ്യലി തന്നെ ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സീസണിൻ്റെ തന്നെ ചിലപ്പോൾ ഒരു 3-4 എപ്പിസോഡിൽ മാത്രമേ ഒരു ക്യാരക്ടർ ഉണ്ടാവുള്ളെങ്കിലും ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് ആൾക്കാരിലേക്ക് അറ്റാച്ച് ചെയ്തു ഈവൺ ആ ഒരു ക്യാരക്ടർ ഡെത്തിന് ശേഷം പോലും ആ ഒരു ക്യാരക്ടറെ നമുക്ക് ഓർമ്മ വരുന്ന രീതിയിലാണ് പല കാര്യങ്ങളും ഇനീഷ്യലി തന്നെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ഇത് ഈ സീസണുകൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും
നമുക്ക് ആ ഒരു ജസ്റ്റ് 2-3 എപ്പിസോഡിൽ കണ്ട ക്യാരക്ടേഴ്സിനെ പോലും ഇവർ വിടാതെ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് നിർത്തിയിട്ടായിരിക്കും സീരീസ് മുന്നോട്ട് നീങ്ങുക അല്ലെങ്കിൽ സീരീസ് എൻഡ് ചെയ്യുക എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് സീസൺ കംപ്ലീറ്റ് ചെയ്തതോടെ ഇതിൻ്റെ 12 എപ്പിസോഡുകൾ കഴിഞ്ഞതോടെ ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ആനിമിയാണ് ചെയിൻസോ മാൻ എന്ന് ഉറപ്പിച്ച് പറയാം. ദെൻ ഇനി വരാനിരിക്കുന്ന സീസണുകളും ഇതേപോലെ തന്നെ ഗംഭീരമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആനിമീസ് കണ്ടു തുടങ്ങിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും തുടങ്ങാൻ പറ്റുന്നൊരു ആനിമി കൂടിയാണ് ചെയിൻസോ മാൻ. ഇനീഷ്യലി ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇതുവരെ ആനിമി തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പിസോഡ് വൈസ് ഓരോ ദിവസമായിട്ട് കണ്ടു തുടങ്ങാം. കാരണം ബാക്കിയുള്ള ആനിമീസൊക്കെ എണ്ണം കൂടുതലായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ 1 പീസ് 1000 എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാൻ തന്നെ കഷ്ടമാണ്. ഞാനും അങ്ങനെ കുറേ മാറ്റി വെച്ചിട്ടാണ് തുടങ്ങാനിരുന്നത്. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ചെറിയ കുറേ ആനിമീസ് ഇതുപോലത്തെ തുടക്ക ഭാഗത്ത് തുടങ്ങുന്ന കുറേ ആനിമീസ്, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി അടിപൊളിയായതുകൊണ്ട് തന്നെ എങ്ങനെ പോയാലും ആർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഒരു 90-95% ആൾക്കാർക്ക് ഈ സാധനം എന്തായാലും ഇഷ്ടമാവുന്നുള്ളത് തീർച്ചയാണ്. അതിൽ വേണ്ട എല്ലാം ഉണ്ട്. പ്രോപ്പറായിട്ടുള്ള സ്റ്റോറി ലൈൻ ഉണ്ട്, ക്യാരക്ടർ ഡിസൈൻ ഉണ്ട്, കിഡിലൻ ആക്ഷൻ സീക്വൻസുകൾ ആൻഡ് സൗണ്ട് ഡിസൈൻ. ഇതെല്ലാം കൊണ്ടും തന്നെ ഒരു പക്ക മിക്സ്ഡ് സാധനമാണ് ഈ ഒരു ചെയിൻസോ മാൻ എന്ന ആനിമി. തീർച്ചയായിട്ടും മിസ്സാക്കരുത്. അടിപൊളി സാധനമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാം ചെയിൻസോ മാൻ പൊളിയാണ്.